നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രേക്ഷകർക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇന്ന് ഞങ്ങളുടെ 500ാമത്തെ എപ്പിസോഡാണ് ലൂസ് ടോക്കിൻ്റെ. ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയതാണ്. അതെ, ഒന്നര വർഷത്തെ കൂടുതലായി, 1.5 വർഷത്തിലധികമായി. കുറച്ച് ചില ദിവസമൊക്കെ കയറാൻ വന്നിട്ടുണ്ടോ തോന്നുന്നു. അത് നമുക്ക് അന്ന് പ്രശ്നം ഉണ്ടായ ദിവസങ്ങളിൽ അപൂർവമായിട്ട്. പിന്നെ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു. നമ്മുടെ സ്ഥിരം അവതാരകരല്ലാതെ ഇപ്പം സുദർശൻ നമ്പൂതിരിയും നമ്മുടെ ശരത്തും അല്ലാതെ വേറെ 2 അവതാരകരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് സോജൻ സ്കറിയ എന്നും ജോജൻ സ്കറിയ എന്നുമായിരുന്നു. അനിയന്മാർ. അതെ, അവരും അവസാനം പങ്കെടുത്തു. കാരണം അന്ന് ഈ വലിയ പോലീസിൻ്റെ ഈ അട്രോസിറ്റിയും പ്രശ്നങ്ങളും ഇവിടെ ഒരു പ്രശ്നം കത്തിക്കുമ്പോൾ ഞങ്ങൾ അവരൊപ്പം എടുത്ത് ചർച്ച നടത്തി. അത് ഒരുപാട് അഭിനന്ദിക്കാൻ ചെയ്തിരുന്നൊക്കെ. ഒരു പക്ഷേ കുറച്ചു കാലം കൂടെ കഴിയുമ്പം ഏറ്റവും കൂടുതൽ തുടർച്ചയായി സംപ്രേഷണം ചെയ്ത ഒരു ടെലിവിഷൻ പ്രോഗ്രാമായി ഇത് മാറും. കാരണം നമ്മുടെ ചാനലുകളിലെ പ്രോഗ്രാമിൽ ആഴ്ചയിൽ ഒന്ന് വെച്ച് ഇപ്പം കവർ സ്റ്റോറി എനിക്ക് തോന്നുന്നത് 20 കൊല്ലമായി കാണും. അത്രയേ ഉള്ളൂ. 20 വർഷമായി കാണും. അതെ. അപ്പോൾ ആ കവർ സ്റ്റോറി ഒന്നും ആഴ്ച ഒന്നായതുകൊണ്ട് ഈ റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ആഴ്ചയിൽ 6 ദിവസം, ഞായർ ഒഴികെ 6 ദിവസം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് കുറേ കഴിയുമ്പോൾ ഇത് വലിയ റെക്കോർഡായി മാറിയേക്കും. ഈ 52 എപ്പിസോഡേ മാസമായതുകൊണ്ട് അല്ല 52 ആഴ്ച 52 ആഴ്ചയാണല്ലോ. അപ്പോൾ ഈ കവർ സ്റ്റോറി അടക്കം അല്ലെ പറയാതെ വയ്യ ഉണ്ടല്ലോ സ്ഥിരം പരിപാടി, അതെല്ലാം അത്രേ പറ്റത്തുള്ളൂ. ഇത് ഒരു പക്ഷേങ്കിൽ റെക്കോർഡിടും ഉള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എത്ര തീർച്ചയായും. മാത്രമല്ല നിങ്ങളെല്ലാവരും തന്ന പ്രോത്സാഹനത്തിനും അഭിനന്ദനങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒപ്പം ഞങ്ങളൊപ്പം പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധർക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത് 500 എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നേട്ടമായി നമുക്ക് കണക്കാക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പം വരുന്നത് നമ്മുടെ ആഷ ലോറൻസിൻ്റെ മകൾ. അതിനൊരു തീരുമാനമായി. അവർ പെട്ടെന്ന് ഹൈക്കോടതി സമീപിച്ചു. സത്യം പറഞ്ഞാൽ ഈ ആഷ എന്നെ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ആഷയോട് സംസാരിച്ചു. ഇന്നലെ രാത്രി 11 മണിക്ക് ആഷയുടെ കോൾ കണ്ടു. ഞാൻ കിടന്നുറങ്ങിക്കഴിഞ്ഞ് ഇന്ന് രാവിലെ 4 മണിക്ക് ആഷയുടെ കോൾ വന്നു. വെളുപ്പാങ്കാലത്ത് ഞാൻ 5:30 തിരിച്ചു വിളിച്ചു. ഞാൻ 5:30 വിളിച്ചപ്പോൾ ആഷയ്ക്ക് കരച്ചില്ല. ആഷ പറയുന്നത് എൻ്റെ അച്ഛൻ ദൈവവിശ്വാസിയായിരുന്നു, പുറത്തൊന്നും ദൈവവിശ്വാസമോ ഇല്ലായിരുന്നു. പോലെ അച്ഛൻ ഒരിക്കലും പള്ളിയിൽ പോകത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പള്ളിയിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. അച്ഛൻ്റെ കല്യാണം നടത്തിയത് പള്ളിയിലാണ്. അത് പുള്ളിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരിക്കലും അപ്പൻ എന്നാണ് പറയുന്നത്. അപ്പൻ ഒരിക്കലും ഈ എന്താ പറയണേ ഈ ദൈവവിശ്വാസത്തിനെതിരായിരുന്നില്ല. അപ്പനെ മനഃപൂർവ്വം അവർ മരിച്ചതിന് ശേഷം അവഹേളിക്കുകയാണെന്നുള്ളതാണ് ഇവരുടെ ഒരു അഭിപ്രായം. മാത്രമല്ല ഈ കുടുംബത്തിൽ ചില ഭിന്നതകളുണ്ട്. അത് ഉറപ്പാണ്. ആഷ ഇളയ മോളാണ്. അതിൻ്റെ ഇടയ്ക്ക് മകനുമായിട്ടുള്ള ഭിന്നത. എനിക്കൊരു സഹോദരൻ ഒരു വക്കീലോ മറ്റോ എന്ന് തോന്നുന്നു, അദ്ദേഹം പ്രോസിക്യൂട്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ പ്രശ്നമുണ്ട്. പിന്നെ ഈ എറണാകുളം ജില്ലാ കമ്മിറ്റിയും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ലോറൻസിൻ്റെ ജീവിതം ഒരു ട്രാജഡിയാണ്. അതായത് ഇപ്പം ലോറൻസ് ഒരു മൊരടൻ രാഷ്ട്രീയക്കാരനായിട്ട് അറിയപ്പെടുന്നത് ഇല്ല, ഒരു ഇമേജ് ഉള്ള രാഷ്ട്രീയക്കാരനല്ല അല്ലേ. കടുംവെട്ട് പ്രത്യേകിച്ച് CATUവിൻ്റെ നേതാവായിരുന്നു. കാര്യം തോട്ടത്തൊഴിലാളികൾ അദ്ദേഹം സംഘടിപ്പിച്ചു, പൗഡറൊക്കെ എടുത്തു. പക്ഷേ പിന്നീട് CATU എന്ന് പറയുന്ന യൂണിയൻ ജനങ്ങൾക്ക് ഏറ്റവും വെറുക്കുന്ന പ്രസ്ഥാനമായി മാറി. അതുകൊണ്ട് ഈ തൊഴിലാളി യൂണിയൻ്റെ നേതാവ് എന്ന നിലയിൽ വികസനം മുടക്കി, എന്താ പറയുന്നത്, വളർച്ച മുടക്കി, വരട്ടുവാദിയായിട്ടാണ് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടുമില്ല. അത് സത്യമാണ്. കാരണം ആകപ്പാടെ ഒരു തവണ MP ആയിട്ടുള്ളത് 80 മാത്രം. അതിന് മുമ്പ് ശേഷം അദ്ദേഹം പലവണ മത്സരിച്ചു, ജയിച്ചിട്ടില്ല. കൊച്ചിയിലെ ആദ്യത്തെ മേയർ ആവേണ്ട ആളാണ്. നറുക്കെടുപ്പ് വന്നു. എനിക്ക് തോന്നുന്നത് AC ജോസ് ആരെന്ന് ചോദിച്ചെന്ന് സംശയമുണ്ട്. അല്ല, കൊച്ചുണ്ണി മാസ്റ്റർ. അതായത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സീറ്റ് LDFന് ഭൂരിപക്ഷം കിട്ടി ആദ്യം. പക്ഷെ തലേ ദിവസം ഒരാൾ കാലുവാരി, ഒരാൾ UDFിലേക്ക് പോയതോടുകൂടി വീണ്ടും തുല്യമായി. പിന്നെ നറുക്കെടുപ്പ് വന്നു, കൊച്ചുണ്ണി മാഷ് മേയറായി. ഈ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം MM ലോറൻസിനെ ബാധകം. അതായത് ഇപ്പോൾ നമ്മളിപ്പം മുഹമ്മദ് റിയാസിനെ സ്ഥിരമായി മത്സരിക്കുന്നിടത്ത് തോറ്റാൻ ജയിക്കുന്നിടത്തോട് നിർത്താൻ അവർക്കറിയാം, ബേപ്പൂർ നിർത്താൻ അറിയാം. പക്ഷെ ലോറൻസ് എറണാകുളം എന്ന് പറയുന്ന അത് LDF കോൺഗ്രസിന്റെ ശക്തി കേന്ദ്ര. അതുകൊണ്ട് ഒരിക്കലും അയാൾക്ക് ജയിക്കാനോ. ഇടുക്കിയിൽ ജയിച്ചത് അത്ഭുതമാണ്. അതൊരു തവണ ഒറ്റ തവണ യാദൃച്ഛികമായിട്ട് ജയിച്ചാന്ന് പറയുന്നത്. ഇടുക്കി എന്ന് പറഞ്ഞാൽ വളരെക്കാലം കോൺഗ്രസിന്റെ ഒരു കുത്തകയായിരുന്നു പണ്ടത്തെ കാലത്ത്. പിന്നെയാണ് അങ്ങോട്ടും മാറി പറഞ്ഞത്. ഇടുക്കി ഇടതുപക്ഷം അങ്ങനെയുള്ള ജോസഫൈനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ജോസഫൈൻ മത്സരിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ അങ്ങനെ ഒരു സംഭവം. എന്തുവേ ഇദ്ദേഹത്തിന് പക്ഷേ പാർട്ടിയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും ഉണ്ടാക്കാനും കഴിഞ്ഞില്ല. അതേസമയം ഈ മറ്റു പല കമ്മ്യൂണിസ്റ്റുകാരെയും പോലെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റിലെ ആദർശശാലി എന്നൊരു പേരുണ്ടാക്കാനും കഴിഞ്ഞില്ല.
അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആളാണ്. പാർട്ടിക്ക് വേണ്ടി അതാണ് എൻ്റെ വിഷയം. അദ്ദേഹം ഒരു വർഷം മുമ്പ് അദ്ദേഹം മനോരമ ലിസ്റ്റിൽ ഒരു കോളം ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൊരു രസമുള്ള സംഭവം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ തോമസ് മാഷിനെതിരെ അസംബ്ലി ഇലക്ഷന് മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ട് മാഷ് ജയിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് CAT-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് മറ്റേ പോയിട്ട് അദ്ദേഹം എറണാകുളത്ത് നോർത്തിൽ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയാണ്. അപ്പം ഈ ഓട്ടോക്കാരൻ ഇത് ആരെന്ന് അറിയില്ല. അപ്പോൾ ഇവർ സംസാരിച്ചപ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് മറ്റേ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ്, സാറേ ഞാനൊരു CPM കാരനാണ്, പക്ഷേ ഞാൻ വോട്ടൊക്കെ ചെയ്തത്, പക്ഷേ ആ സ്ഥാനാർത്ഥി ഒരു മുരടനാണ്, സുഖമില്ല. അവർ തോമസ് മാഷാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. വീട്ടിലെത്തി ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, എടോ താൻ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥി അത് ഞാനാണെന്ന് പറഞ്ഞു. അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് ഒന്നും ആകാനും പറ്റിയില്ല, ഒരു പദവി. മാത്രമല്ല ഈ VS അച്യുതാനന്ദൻ്റെ വലിയ പകയ്ക്ക് പാത്രമായി കേന്ദ്ര കമ്മിറ്റി ഏരിയ കമ്മിറ്റിക്ക് താഴ്ത്തുക. പാർട്ടി പുള്ളിയുടെ എറണാകുളം ജില്ലാ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് ജില്ലാ കമ്മിറ്റി ഓഫീസ് പുള്ളിയുടേതായിരുന്നു. ലെൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ പുള്ളി ഉണ്ടാക്കിയെടുത്താണ്, ദേശാഭിമാനി പുള്ളി വളർത്തിയെടുത്താണ്. അതാണ് തീരുമാനിക്കും. അവിടെ ഇറക്കി വിട്ടു. അത്രയും പവർഫുൾ. അവിടെ വേറെന്നുള്ളതാണ് വർക്ക് ഉണ്ടായിരുന്നില്ല, AP വർക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം VS-ന്റെ വളരെ വിശ്വസ്തനായവരാണ്, അതിവിശ്വസ്തനാണ്. അപ്പോൾ സ്വാഭാവികമായും ലോറൻസിനോടെ കാര്യങ്ങൾ എളുപ്പമാകില്ല. അവിടെ നിന്ന് ഇറക്കി വിട്ടു. വളരെ ദയനീയമായിട്ട് തന്നെ അദ്ദേഹം അതിന് പോകും. പക്ഷേ അതേസമയം പിണറായിട്ട് അത് സംരക്ഷിച്ചുമില്ല. പിണറായിയോടൊപ്പം നിന്നെങ്കിലും പിണറായി സംരക്ഷിച്ചില്ല. കാരണം പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ മുതിർന്ന നേതാക്കൾ, സ്വാധീനമുള്ള നേതാക്കളും വേണ്ടാന്ന് തീരുമാനിച്ചു കാണും. പിന്നെ കണ്ണൂർ ലോബിയുടെ പിടിയിലായിരുന്നല്ലോ VS. പിന്നെ പ്രബല സ്ഥാനത്ത് പങ്കെടുത്തില്ല എന്ന രീതിയിലൊക്കെ പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തു. അതെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കേരള രാഷ്ട്രീയത്തിൽ അപൂർവ സംഭവമാണ് ഒരു നേതാവിൻ്റെ ഇന്ന് കൊടുക്കേണ്ടത്. പക്ഷേ അതിനകത്തൊരു ന്യായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഇദ്ദേഹം ഇത് എഴുതി വെച്ചിരിക്കണം, അനുമതി, എൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വിട്ടു പറയണം. ഇത് രണ്ടും പറയാതെ വിട്ടുകൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് ശരിയല്ല. അപ്പോൾ EK നായനാരുടെ EMS-ൻ്റെ ഒന്നും തന്നെ വിട്ടുകൊടുക്കാഞ്ഞേ അതാണ്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടില്ല. കോടിയേരിയുടെ ഒന്നും കൊടുത്തിട്ടില്ല. കോടിയേരിയുടെ പിന്നെ ക്യാൻസർ ആയിരുന്നു തോന്നുന്നു. അല്ല, ഇപ്പോൾ ഇവരുടെ ആരുടെയും മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു, ക്യാൻസർ ആണെങ്കിലും കൊടുക്കാമല്ലോ, അപ്പോൾ ഇവരുടെ ആരുടെയും കൊടുക്കാതെ പെട്ടെന്ന് MM ലോറൻസിന് മൃതദേഹം കൊടുക്കുമ്പോൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായം. അദ്ദേഹം പ്രഖ്യാപിച്ചതായോ പ്രസംഗിച്ചതായോ എഴുതി വെച്ചതായോ നമ്മൾ ആരും കേട്ടിട്ടില്ല. യെച്ചൂരി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യെച്ചൂരി പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് അത് വിട്ടുകൊടുക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് ഉചിതമല്ല. അല്ലെങ്കിൽ മക്കളെല്ലാം കൂടെ കൂടി ഞങ്ങളുടെ അപ്പനെ വിട്ടുകൊടുത്തേക്കാൻ പറ്റും. അപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ശരിയല്ല. മാത്രമല്ല ഈ ആശ പറയുന്നത്, ആശ പണ്ടേ ഇവരോട് ഉടക്കിയ ഈ സഹോദരങ്ങളോട്ടൊക്കെ ഉടക്കിയ ആശ. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ആശയുടെ ചേച്ചി കടുത്ത വിശ്വാസിയാണ്. അവിടെ മകനല്ലേ അന്ന് BJP-യിൽ ചേർന്ന്? അല്ലാതെ ആശയുടെ മോനാണ്. അതേതൊരു പരിപാടി പോയപ്പോൾ BJP ചേർന്നൊക്കെ പറഞ്ഞാണ്. ഈ ആശ പറയുന്നത് ആ വയ്യാറായി കിടക്കുമ്പോൾ ചെവി കൊണ്ടുപോയി എന്തോ ബൈബിൾ ചൊല്ലിക്കൊടുത്തെന്നാണ് പറഞ്ഞത്. ഈ കിടക്കാറായി കഴിയുമ്പോൾ അങ്ങനെ വെള്ളം കൊടുത്തു ഇതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ തർക്കം അങ്ങനെ തുടരുന്നു. അവരുടെ പോരാട്ടം വിജയിക്കട്ടെന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ ഈ കാര്യത്തിൽ ആശയ്ക്കൊപ്പമാണ്. കാരണം അതേസമയം അദ്ദേഹം അത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്, പറയാൻ പറ്റില്ല. ഇതെല്ലാം ഈ മറ്റേ OVGയുടെ മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ തർക്കം ഉണ്ടായിരുന്നു. തർക്കം ഉണ്ടായിരുന്നു. അന്ന് ഭാര്യയും സഹോദരി തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. ഇതുപോലെ ചില പ്രമുഖരുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റാരുടെയോ സംസ്കാരത്തിന് ഇതുപോലെ അവിടെ കൊണ്ടുവന്നപ്പോഴും പാലക്കാട്ടെ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോഴും പ്രശ്നം വന്നിരുന്നു. അവിടെ അടക്കാൻ പറ്റില്ലെന്നൊക്കെ. വീക്കെൻഡല്ല വൈലോപ്പള്ളിയാണെന്നൊരു സംശയമാണ്. അങ്ങനെ എന്തോ തർക്കം വന്നിരുന്നു പണ്ട്. എന്തായാലും ജീവിച്ചിരിക്കുമ്പോഴും വിവാദം, മരിക്കുമ്പോഴും വിവാദം എന്നൊരു സാധനമാണല്ലേ. മനുഷ്യവർഗത്തിന് മാത്രമേ ഇങ്ങനത്തെ ഉള്ളൂ. എനിക്ക് ഇത് സന്ദർഭമായി ചേർത്തെന്ന് പറയാം, ഒരു അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നില്ല. LDF കൺവീനറായിരുന്ന ഭൂരിപക്ഷം പേരുടെ അവസ്ഥ ഇതാണ്. കോഴിക്കോട് രാഹുൽ അദ്ദേഹം കുത്തേറ്റ് മരിച്ചു. PV കുഞ്ഞിക്കണ്ണൻ ഒന്നുമില്ലാതായി. അവസാനം അദ്ദേഹം പാർട്ടിയിൽ ഒന്നുമില്ലാതായി. MM ലോറൻസ്, നമ്മുടെ EP വൈക്കം വിശ്വ, പിന്നെ ഒരു അതിന് അനാരോഗ്യമൊക്കെ കാരണം പോയതാണ്. അല്ലെ, ഒരു പദവിയിലെത്തിയിട്ടില്ല. ഇല്ല. വൈക്കം വിശ്വനെ അദ്ദേഹത്തിന്റെ സ്റ്റാച്ചർ വെച്ച ഒരു പദവിയിലെത്തി. ഒരു MLA ഒരിക്കൽ ഇടക്കാല തെരഞ്ഞെടുപ്പില്ല തോന്നുന്നു. അല്ലാതെ തന്നെ 80-ലാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പെട്ടെന്ന് അസമധീരം ചെയ്തല്ലോ. എനിക്ക് തോന്നുന്നു ഇടക്കാല തെരഞ്ഞെടുപ്പാന്ന് എനിക്ക് തോന്നുന്നു. വൈക്കം വിശ്വ 800 വോട്ടിനെങ്ങാണ്ട് ജയിച്ചു ഏറ്റുമാനൂര്. ഇപ്പൊ TP രാമകൃഷ്ണൻ മാത്രം ഒരിക്കൽ മന്ത്രിയായി. അതെ. ബാക്കി അവരെല്ലാവർക്കും ഇതൊരു നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ കൺവീനറായിരുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു അനുഭവം ഉണ്ട്. എനിവേ, നമുക്ക് നമ്മുടെ അൻവറിലേക്ക് പോകാം. അൻവർ ഇന്ന് ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മര്യാദപ്പിക്കാൻ പോയിട്ടുണ്ട്. അത് കണ്ടില്ലായിരുന്നു? കണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നത് ഒരു ഈ മറുനാടൻ വിരോധം തലയിൽ കയറിയിട്ട് ഏതാണ് ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ അൻവറിൻ്റെ ഈ വനം വകുപ്പ്, ഞാൻ ഒരു കാര്യം ആദ്യമേ പറയട്ടെ,
അൻവറിൻ്റെ ഒരു കാര്യത്തിൽ അൻവർ തൊടുന്നതൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന വകുപ്പുകൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ വനം വകുപ്പിനെ പോലെ ജനവിരുദ്ധമായ ഒരു വകുപ്പ് കേരളത്തിലില്ല. എനിക്ക് കൃത്യം അറിയാവുന്ന, ഞാൻ വനാതിർത്തി താമസിക്കുന്ന മനുഷ്യനാണ്. ഈ വനം വകുപ്പ് എന്ന് പറയുന്നത് മനുഷ്യത്വം ലെവലേശമില്ല. അത്രയ്ക്കും ക്രൂരന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മൾ പോലീസൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം. ഇവർ ക്രൂരതയിൽ പെരുമാറും, യാതൊരു ദയയുമില്ല. അതിൻ്റെ കാരണം അൻവർ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. ഈ കാട്ടിൽ ആർക്കും കയറാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോൾ കാട്ടിൽ കയറിയാലും അവിടെ മുള്ളാൻ കയറി നിന്ന് വെച്ചോളൂ, കേസെടുക്കാം. അതാണ്. അതായത് അതേസമയം ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്ത് തോന്നിയ ദിവസം കാണിക്കാം. ഈ മൃഗങ്ങളെ ഇവരല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും അവരോട് അടുപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ പരിധി വരെ ഈ കാട്ടിൽ കയറി വെടിവെച്ച് മൃഗങ്ങളെ ശാപ്പിടുന്ന ടീംസാണ്. ആ സമയം മനുഷ്യന് ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് പെരുമ്പാമ്പിനെയും അല്ലെങ്കിൽ ഈ കാട്ടുപന്നിയൊക്കെ കഴിക്കുന്ന മനുഷ്യനുണ്ടായിരുന്നു. നിങ്ങൾ നെടുമ്പങ്കാടുള്ള കുറച്ചറിയാമല്ലോ, മിണ്ടാതിരുന്നാലും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഈ പന്നി. ഇപ്പോഴെ കാണുന്ന ഈ കൂറ പന്നിയല്ല, ഇപ്പോൾ കാണുന്നൊരു കറുത്ത ഇതുള്ള ഒരു വൃത്തികെട്ട പന്നി. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പന്നിയാണ് കാണുന്നത്. ഈ വൃത്തികെട്ട വലിയ ശല്യമായി മാറി. അതിപ്പോൾ എല്ലായിടത്തും. പക്ഷേ പണ്ട് അതല്ല. പണ്ട് വലിയ കൂറ്റൻ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചുമന്ന് തൊട്ടത്ത് ഇവനെ ഒരു പന്നി എന്ന് പറയുന്നത് 150 കിലോ ഉള്ള പന്നിയായിരുന്നു. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ കണ്ടില്ല കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ ഒരു അഴകായിരുന്നു, ഒരു കൂറ്റൻ പന്നിയായിരുന്നു. നമ്മൾ ഒരു ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ലുക്കാണ്, അത്ര വലുപ്പമില്ലെങ്കിലും ഒരു 150-200 കിലോ ഉള്ള പന്നികളായിരുന്നു. ഇപ്പം മുഴുവൻ ഈ കൂതറ പന്നികളാണ്. അപ്പം ഈ പന്നികളെയൊക്കെ ഒരു പരിധി വരെ ലോകത്തെല്ലായിടത്തും, ഇപ്പം ഞാൻ പറഞ്ഞ മനുഷ്യനൊരു നിശ്ചിത പ്രായവും മരിച്ചു പോകും, മനുഷ്യന് പ്രത്യേക സംസ്കാരമുള്ളതാണ് അടക്കും. അസം മൃഗങ്ങളോ അവർ തന്നെ മറ്റുള്ളവരെ കൊന്നും തിന്നുമൊക്കെയല്ലേ ഈ പോകുന്നത്. ഈ മൃഗങ്ങൾ അടക്കൊന്നൊന്നുമില്ലല്ലോ. അപ്പം അത്ര കുരങ്ങന്മാരടക്കും കേട്ടോ. കുരങ്ങന്മാർ കൊണ്ടുപോയി അടക്കുന്ന പിന്നെ അവർ മരിച്ച് മൃതദേഹം എടുത്തുകൊണ്ട് പോകും, അവരൊരുമിച്ച് നിൽക്കും, ആദരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആദരവാണ്. അവരുടെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവന്മാരത് വളരെ ആദരവോടു കൂടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ യാതൊരു മനുഷ്യത്വമില്ലാതെ ഇവിടെ മത്തായിനം കണ്ട് പറയുന്ന സീതത്തോടുള്ള ഒരാളെ ചിറ്റാറിലെ ഒരു മനുഷ്യനെ ഒറ്റുകാരിലെ പിടിച്ച് ഇടിച്ചു വന്നു. ഇത്തരത്തിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അൻവർ തൊടുന്നതൊക്കെ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അത് ഞാൻ എനിക്ക് ഇപ്പോൾ അൻവർ ബോധപൂർവ്വം പിടിച്ചത് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നീതിയും ജനങ്ങളിൽ കിട്ടുന്നതെന്ന സത്യമാണ്. വനം വകുപ്പ് അത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അൻവർ ഉപയോഗിച്ചത്. പക്ഷേ ഇത് ദൂരവ്യാപകമായ സർക്കാരിന് ക്ഷീണം ചെയ്യും. മാത്രമല്ല അൻവർ വേറെ കാര്യം കൂടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. ഇത് ഞാൻ അസംബ്ലി പ്രസംഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന വിഷയമാണ്. അടുത്ത അസംബ്ലി സമ്മേളനത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞല്ലേ? അതൊരു പോയിന്റാണ്. അതിൻ്റെ അർത്ഥം രാജിവെക്കാൻ മനസ്സുണ്ടെന്നാ? അതായിരിക്കാം. അതെങ്കിൽ അവിടെ സംസാരിക്കാൻ അവസരം കൊടുക്കാതിരുന്നാലും മതിയല്ലോ. ചീഫ് പേടി കൊടുക്കണമല്ലോ ഇപ്പോൾ സംസാരിക്കണമല്ലോ. എന്നാലും ഇവർക്ക് കിട്ടത്തില്ലേ ഒരു ഘട്ടത്തിൽ? അതിലും കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ തീർന്നില്ലേ? മൊത്തത്തിൽ എല്ലാവരും പണക്കി വെച്ചിരിക്കുകയില്ലേ? അല്ല, ഈ വനം വകുപ്പിൻ്റെ പോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. അപ്പം ഈ ബഹളമൊക്കെ വെക്കുന്നത് ജനപിന്തുണ കൂട്ടും, സത്യം. പക്ഷേ എങ്കിൽ പോലും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അൻവർ പൊടുന്നനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇനി അൻവർ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാണ്. കാര്യം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പിണറായി വിജയനോടുള്ള കലിപ്പ് കൊണ്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാരുടെ തട്ടിക്കയറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ അല്ല. അത് കഴിഞ്ഞിട്ടും മന്ത്രിയുടെ അടുത്തിരുന്ന് പ്രസംഗിച്ചതിന് ശേഷം പാർക്കിങ്ങിനെ സംബന്ധിച്ചൊരു തർക്കം, വണ്ടി പാർക്ക് അത് കഴിഞ്ഞ് അലമ്പുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുള്ളിക്ക് ഭയങ്കരമായ ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ പുള്ളി പിണറായിയുടെ പടം മാറ്റി, മൊബൈലിൽ നിന്ന് മാറ്റി, മറ്റേ ഇത് ഫേസ്ബുക്കിലെ കവർ മാറ്റി. അതുപോലെ തന്നെ പുള്ളിക്കാരനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പടവും കൂടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു. അപ്പം ഒരു പുള്ളി സ്വയം ഒരു നേതാവായി മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്കതിനകത്ത് ഞാൻ എനിക്ക് വലിയ സങ്കടമുള്ളതെന്ന് വെച്ചാൽ അൻവർ ഉയർത്തുന്ന വിഷയങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ ഉയർത്തുന്ന വിഷയങ്ങളാണ്. വനം വകുപ്പിൻ്റെ വിഷയമാണെങ്കിലും ശരി, പോലീസിൻ്റെ വിഷയം, ഇതൊക്കെ നമ്മൾ ഉയർത്തുന്ന വിഷയം. പക്ഷേ ഇപ്പോൾ അൻവർ ഉയർത്തുമ്പോൾ ഒരുപാട് പേർ കൈയടിക്കുന്നു. നമ്മൾ ഉയർത്തുമ്പോൾ നമ്മളെ തെറി വിളിച്ചുകൊണ്ടിരുന്നു. ഇത് അൻവറിന് പകരം നല്ല ട്രാക്ക് റെക്കോർഡുള്ള മനുഷ്യരായിരുന്നു ഉയർത്തിയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായി മാറുമായിരുന്നു. ഈവൻ പി ജയരാജൻ, കണ്ണൂരിലെ പി ജയരാജനായിരുന്നു ഈ വിഷയം ഉയർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജി സുധാകരനായിരുന്നു എന്തിനേറെ വിഡ്ഢിത്തം പറയുമെങ്കിലും തോമസ് ഐസക് ആണെങ്കിൽ, ഈ പൊട്ടൻ സാമ്പത്തിക കണക്ക് പറയുമെങ്കിലും തോമസ് ഐസക്, അങ്ങനെ CPM-ൻ്റെ അകത്തുള്ള ഒരു തിരുത്തൽ ശക്തികളായിരുന്നു ഈ ഒരു വിവാദം ഉയർത്തിയിരുന്നെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാകുമായിരുന്നു. പക്ഷെ അൻവർ ഉയർത്തിയത് കൊണ്ട് രണ്ടുണ്ട്. ഒന്ന്, അൻവർ ഒരു കളങ്കിത കച്ചവടക്കാരനാണ്.
അൻവറിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അത് ഇപ്പോൾ സർക്കാരിനെ നന്നാക്കാനോ പാർട്ടി ഒന്നുമല്ല, സ്വന്തം കാര്യങ്ങൾ മാത്രമാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ അൻവറിൻ്റെ വിഷയം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഞാൻ ആദ്യം ഈ ഒരു പത്രസമ്മേളനം കാണാത്ത ആളാണ്, അൻവറിനെ കാണത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ ദിവസങ്ങളിൽ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ കുറച്ച് ഭാഗമോ അല്ലെങ്കിൽ അൻവർ റിപ്പോർട്ടർ ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കാണും. എല്ലാ ദിവസവും അയാൾ മറുനാടനെ കുറിച്ച് പറയും. ഇന്നലെ അരുൺകുമാറിനോടൊരു വിശദീകരണം ഉണ്ടായിരുന്നു. അരുൺകുമാർ തലേ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അരുൺകുമാർ ഏതാണ്ട് മാന്യമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ ഈ കൈകാര്യം ചെയ്തിരുന്ന സമയത്ത് വളരെ മാന്യമായി തന്നെ അതിനെ വിലയിരുത്തി അരുൺകുമാർ. ഇന്നലെ രാവിലെ അൻവർ ടെലിഫോണിൽ വന്നു. അൻവർ ടെലിഫോണിൽ വന്നപ്പോഴത്തേക്ക് അരുൺകുമാറോട് പരിഭവിച്ചു. അരുൺ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, അങ്ങനെയല്ല. പക്ഷെ അൻവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ടാണ് നമ്മുടെ അരുൺകുമാർ കൈകാര്യം ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പലപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ അരുണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് സത്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ അരുൺകുമാറിനോട് ഇഷ്ടമില്ലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ ശ്രീകണ്ഠൻ നായരുടെ കൂടെ നിന്ന് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഒരു അടിമയെപ്പോലെ പെരുമാറുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ടായിരുന്നു. 2, ഇയാളുടെ ഒരു എക്സ്ട്രീം ലെഫ്റ്റ് ലിബറൽ കാഴ്ചപ്പാട്, മറ്റേ ബ്രാഹ്മണിക്കൽ ഹെജിമണി അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്ന ഒരു പരാതി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടർ ചാനലിൽ എത്തിയ അരുൺകുമാറിനെ, അയാൾ കൂടുതൽ സ്വതന്ത്രനാണ്. കാരണം ശ്രീകണ്ഠൻ നായർ ചുമതലയുണ്ടല്ലോ, ചുമതലയുണ്ട്. ആ അരുൺകുമാറിനെ നമുക്ക് സ്നേഹം കൂടുതൽ തോന്നി, എനിക്കിഷ്ടമാണ്. ഞാൻ ആ ടി വി പ്രസാദിനോട് അരുൺകുമാറിന് നമ്പർ തരാമെന്ന് ചോദിച്ചു, പക്ഷേ പ്രസാദ് തന്നില്ല. ടി പ്രസാദിനോട് ഞാൻ വാട്സാപ്പിൽ എനിക്ക് അരുൺകുമാർ നമ്പർ തരാമെന്ന് ചോദിച്ചു, പക്ഷേ പ്രസാദ് തന്നില്ല. ഇത് എനിക്ക് അരുൺകുമാറിന് സംസാരിച്ചാൽ കൊള്ളാം. അല്ല, എനിക്ക് അയാൾ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് ആകെപ്പാടെ ഇത് റിപ്പോർട്ടർ ചാനലിലാണല്ലോ അയാളെന്ന് ഓർത്തൊരു വിഷമം എനിക്കുള്ളൂ. ആളങ്ങനെ ഏഷ്യാനെറ്റ് ലെവലിൽ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണല്ലോ. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അപ്പുറത്തേക്ക് അയാൾക്ക് ഒരു വളരെ പ്ലസൻ്റായിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയാം. ഇത് മാത്രമല്ല, ഈ അൻവറെ ഇവർ മൊത്തത്തിൽ സ്പോൺസർ ചെയ്തിട്ടും അയാൾ ആ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയത് കാണേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞത് അയാളൊരു ആകെപ്പാടെ എനിക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് ഞാൻ അരുണിനെ വിളിക്കണമെന്ന് ഓർക്കാൻ കാര്യം അതാണ്. ഈ അരുണിനൊക്കെ ഈ കൂടെ ഇയാൾ ഷാജൻസ്കറിയ എന്ന് പറയുമ്പോൾ അരുണൊക്കെ ചോദിക്കാമല്ലോ, ഈ ഷാജൻസ്കറിയ 2 കോടി കൊടുത്തു എന്ന് പറയുന്നതിന് അടിസ്ഥാനം എന്താണ്? അത് വേണമല്ലോ, അരുണിക്ക് അടിസ്ഥാനം വേണമല്ലോ, അതൊന്നും ചോദിക്കാം. അത് പറയൂ, ഷാജൻസ്കറി 2 കോടി കൊടുത്തു പറഞ്ഞത് എന്താണ് അടിസ്ഥാനം? അത് മാത്രമല്ല, ഷാജൻസ്കറിയെ ഉപദ്രവിക്കാതിനെ പരമാവധി ഉപദ്രവിച്ചതാണ്, എന്നിട്ടും ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം തൂക്കിക്കൊള്ളണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഞാൻ വാർത്ത ചെയ്തു എന്ന് കുറ്റം ചെയ്തിട്ടുള്ളൂ. ഒരു മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ട് വേട്ടയാടുകയും ആ സ്ഥാപനത്തിൽ കയറി ഇത്രയും അതിക്രമം നടത്തുകയും ചെയ്തിട്ട് ചിന്തിക്കുമ്പോഴേ ഞാൻ വാർത്ത ചെയ്തിട്ടുള്ളൂ, ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല, ഞാൻ പീഡിപ്പിച്ചു. എന്നിട്ടും എന്നെ ഇത്രയധികം കേസുകളെടുത്ത് എന്നെ പീഡിപ്പിച്ച് നിരവധി 2 ഡസൻ ജാമ്യമില്ലാ വകുപ്പ് കേസെടുത്തിട്ടും എന്നെ പീഡിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ എങ്ങനെയാണ് ഒരാൾ പീഡിപ്പിക്കുന്നവർക്ക് ചോദിക്കാം. ശ്രീനിജൻ MLA കണ്ടപ്പോൾ അദ്ദേഹം സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്തു. അദ്ദേഹം സംസാരിച്ചു. ശ്രീനിജൻ വളരെ എനിക്കതിൽ ബഹുമാനം തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് പറഞ്ഞല്ലോ, ഞാൻ അറിയാതിരുന്നു. ശ്രീനിജൻ വന്ന് കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടെങ്കിലും നമുക്കിപ്പോൾ ഇയാൾ ഈ വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നതുകൊണ്ടുള്ള ഒരു വിരോധം അൻവറിനോടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അൻവർ എന്നെ വർഗീയവാദിയാക്കുന്നതിൽ മാത്രമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ പോട്ടെ, രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അൻവറിൻ്റെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും ഉയർത്തി. പാർട്ടിക്കാർ തന്നെയാണോ, അതോ ചില മതസംഘടനകളാണോ, മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, അതോ ചില പക്ഷേ അൻവറിൻ്റെ പിന്നിൽ ആരാണെന്നുള്ള പിണറായി തുറന്നു പറഞ്ഞു, സ്വർണ്ണക്കടത്തുകാരാണെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇൻ്റലിജൻസ് ADGP എന്ന് പറഞ്ഞാൽ മനോജ് എബ്രാഹിമിനെ അജിത് കുമാറോട് ഇഷ്ടമല്ല. ഈ പോലീസിലുണ്ടല്ലോ ചേരിതിരിവ്, ഉറപ്പാണല്ലോ, അടുത്ത വിരുദ്ധ ചേരി, വലിയ പാകയാണ്. അപ്പോൾ ഇതിനകത്ത് അജിത് കുമാറിൻ്റെ ചേരിയും മനോജ് എബ്രാഹിമിൻ്റെ ചേരിയും കടുത്ത എതിർപ്പുള്ള ചേരിയാണ്. അപ്പം ഈ മനോജ് എബ്രാഹിമിന് അജിത് കുമാർ പോകുന്നതാണ് ഇഷ്ടം. ക്രമസമാധാന ചുമതല എന്ന് മാറുന്നതും അജിത് കുമാർ വീഴുന്നതും ഇഷ്ടം. അജിത് കുമാർ DGP ആകുന്ന മനോജ് എബ്രാഹിം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എനിക്കൊന്നും ആകത്തില്ലെന്നു. കാരണം മനോജ് എബ്രാഹിമാണ് കൂടുതൽ കാലമൊക്കെ ഉള്ളത്, കൂടുതൽ സമയം കിട്ടും മനോജ് എബ്രാഹിം. പക്ഷേ ജോലി ചെയ്യുന്ന കാര്യത്തിൽ മനോജ് എബ്രാഹിം പെർഫെക്റ്റാണ്. അയാൾ ഒരിക്കലും തൻ്റെ തൊഴിലിൽ മായ ചേർക്കത്തില്ല. ഇരുന്ന പദവിയിലൊക്കെ നന്നായി ചെയ്തു. ഇരുന്ന പദവിയിൽ അയാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതുകൊണ്ട് മനോജ് എബ്രാഹിം ഇൻ്റലിജൻസിൻ്റെ ചീഫ് എന്ന നിലയിൽ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അൻവറിനെതിരെ, അജിത് കുമാറിനെതിരല്ല. അതാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടു കൂടി വന്നിട്ട് പറഞ്ഞത്, സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. അൻവർ സമ്മതിക്കുകയും ചെയ്തു.
അന്നൂർ പറഞ്ഞേ കേട്ടായിരുന്നോ? പരോക്ഷമായി പറഞ്ഞല്ലോ. പരോക്ഷമായി അല്ല, ഞാൻ സ്വർണ്ണക്കടത്തുകാരോടൊക്കെ സംസാരിക്കാറുണ്ട്. അതിനെ കുഴപ്പം നികുതി വെട്ടിക്കുന്ന വലിയ കുറ്റമാണെന്ന് അയാൾ ചോദിച്ചു. അതെല്ലാം അബദ്ധമായി എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. പറഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ഒരു കാലത്ത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അൻവറിനെ പൂട്ടും. അതായത് ഇവിടെ അൻവറിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെ, ബദ്ധശത്രുക്കളെ വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ADG അജിത് കുമാറുമാണ്, പി ശശിയും. അപ്പം യഥാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഇപ്പം അൻവർ പറയുന്നത് ശരിയാണെങ്കിൽ മറുനാടനോടുള്ള സമീപനമാണ് അയാളെ അസ്വസ്ഥപ്പെടുത്തി നിർത്തുമ്പോൾ അൻവറിന് സാമാന്യ ബോധമില്ലാത്തതുകൊണ്ട്. വാസ്തവത്തിൽ എങ്ങനെയാണ് ഈ അൻവറിനൊരു ഫ്രസ്ട്രേഷൻ പ്രധാന കാരണമുണ്ട്. കാരണം അൻവറിനെ വിളിച്ച് ചേർത്തതാണ് ഇതിൻ്റെ അകത്ത്. അല്ലാതെ അൻവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പലരും കരുതുന്ന മാതിരി മറുനാടനെ പൂട്ടാൻ വേണ്ടി അൻവർ രംഗത്തിറങ്ങിയതല്ല. കാരണം അൻവറെ സംബന്ധിച്ചിടത്തോളം അൻവറെ വിമർശിക്കുന്നവരൊക്കെ അൻവർ ചീത്ത വിളിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് അൻവറെ ഒരാളെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കുന്ന രീതി ഉണ്ട്. മറുനാടനെയും ഏഷ്യാനെറ്റിനെയും കൂടെ പറയാറുണ്ടെങ്കിലും അൻവർ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണം വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം. യഥാർത്ഥത്തിൽ മറുനാടനെ വേട്ടയാടാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ കാര്യം ശശി ഏൽപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ അതിപ്രമുഖനായ അതിപ്രഗത്ഭനായ ഒരു വ്യവസായമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഭാര്യയെ വിമർശിക്കുന്നുണ്ടോ കുടുംബത്തെ വിമർശിക്കുന്നുണ്ടോ അല്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രിയോട് വന്നൊരാൾ വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ പറ്റാത്ത ആവശ്യം. സത്യം പറഞ്ഞ് ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോടെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം തോന്നി. കാരണം അതേ ഞാൻ ഇത്രയും രൂക്ഷമായി വിളിച്ചിട്ടും മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്തത്. പിണറായി ഒരിക്കലും മോശം ഭാഷയെ കുറിച്ചും പറയില്ല. ചിലരെ കുറിച്ച് പ്രസംഗം പറഞ്ഞിട്ടുള്ളതല്ല, നോർമൽ കേസ് അങ്ങനെ പറയില്ല. അല്ല, റിപ്പോർട്ടർ ചാനൽ അല്ലേ എന്ന് ചോദിച്ചിട്ട് പരിഹസിച്ച്. അതുപോലെ മാതൃഭൂമി പത്രാധിപരെ വിളിച്ചു. ഈ പറഞ്ഞ പിണറായി മറുനാടൻ മലയാളി എന്ന് പറയുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, സാധിച്ചില്ല. സമ്മതിക്കട്ടോ, അതൊരു സമ്മതം ഒരു പ്രധാന കാര്യം. അത് സാധിച്ചില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമ്മതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഇവിടെ അജിത് കുമാർ പോയി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു നമ്മളെക്കുറിച്ച്. അതിനകത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട്, മറുനാടനെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു വാർത്ത ചെയ്യുന്ന ആളെന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി പോലീസ് ചെയ്തു. അനേകം കേസുകളെടുത്തു, പല കേസുകൾ, എല്ലാ കേസും ജാമ്യമില്ലാത്തതാണ്. സർവ്വവിധ റെയ്ഡ് നടത്തി, എല്ലാ സാധനങ്ങളും ചെയ്തു. പക്ഷേ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് മാത്രം അവർക്ക് കോടതിയിലല്ലേ ജാമ്യം കൊടുക്കുന്നത്. അപ്പോൾ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്നൊരു കാര്യം സാധ്യമല്ലല്ലോ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ഇനി പക വീട്ടിയാൽ അത് കുഴപ്പമാകും എന്ന് പിണറായിക്ക് തിരിച്ചറിഞ്ഞു, ശശിക്ക് തിരിച്ചറിഞ്ഞു, അജിത് കുമാർ തിരിച്ചറിഞ്ഞു. അപ്പം ഈ സാമാന്യ ബോധം ഇങ്ങനെ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയ സ്റ്റാലിൻ്റെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവനെ പിടിച്ച് താലത്തിൽ കൊണ്ട് തല വെച്ച് തരിക, അല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടുക. അപ്പോൾ ഈ ഒരു മൂഢവിശ്വാസം ഇവർ സംരക്ഷിച്ചു എന്നുള്ള അദ്ദേഹത്തിൻ്റെ മൂഢവിശ്വാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെ സംരക്ഷിച്ചു, എന്തിനാണ് ഇവരുടെ കാലെ പിടിക്കുന്നത്. നമ്മൾ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ നിയമവിരുദ്ധമായിട്ടും ചെയ്തിട്ടില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാനല്ല ശശി അവിടെ ഇരുത്തിക്കുന്നത്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. പക്ഷെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഒരു പരിധിയുണ്ട്. മനസ്സിലായി, അബദ്ധം മനസ്സിലായി അവർക്ക്. അല്ല, അതായത് അവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പരിധി വിട്ടും ചെയ്തു. ആ പരിധി വിട്ടും ചെയ്തപ്പോഴും അവരുടെ ആ വലയത്തിൽ വീണില്ല. ഇവരുടെ ലക്ഷ്യം എന്താണ്? പലപ്പോഴും നമ്മൾ ഇപ്പം രാജ്മോഹൻ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു കേസ് എടുക്കാം, അറസ്റ്റായി ജയിലിലും ആവും. പക്ഷെ ജാമ്യം കിട്ടി പുറത്ത് വന്ന് കേസിൻ്റെ വിചാരണ നടത്തി ശിക്ഷിക്കണമെങ്കിൽ തെളിയിക്കണം. ഇതിവർക്കറിയാം. അപ്പം അത് ഇവിടെ നിന്നുള്ള ലക്ഷ്യം പ്രാഥമികമായി എന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്തു? അതിനവസരം കൊടുത്തില്ല. ഈ അവസരം കൊടുക്കാതിരുന്നത് ഇവർ കരുതുന്നു ADGP പറഞ്ഞു കിട്ടുന്നത്. എന്തിനാ ADGP വേട്ടയാടാൻ നടക്കുമ്പോൾ ഇതിനാ പറയുന്നത്? ഇവർ മനസ്സിലാക്കാത്ത കേരള പോലീസിൻ്റെ താഴത്തെ തട്ടിലുള്ള 90% ഉദ്യോഗസ്ഥന്മാരും ഈ മേലാളന്മാരുടെ പീഡനത്തിൽ അതൃപ്തരായിരിക്കുന്നവരും മറുനാടൻ പറയുന്നത് ശരിയാണ് എന്ന് കരുതി മറുനാടൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ഞാൻ ഈ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനും പല കേസുകളായിട്ട് പോയതല്ലേ. എനിക്ക് കിട്ടുന്ന ആദരവും അംഗീകാരവും എനിക്ക് കിട്ടുന്നൊരു ബഹുമാനവും ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നൊരു ആദരവും ബഹുമാനവും മാത്രം നമ്മളോട് കാണിക്കുന്നൊരു കൃത്യതയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വാസ്തവത്തിൽ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ BJP ചേർന്നിരിക്കുന്ന ഒരു കക്ഷിയുണ്ട്, ഇംഗ്ലണ്ടിലുള്ള ഇച്ചിരി പിരിവെട്ടിയ ടീമാണ്. ഇയാൾ UK വെച്ച് കുറേ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തി. അന്ന് ബ്രിട്ടീഷ് മലയാളി ഞാൻ തുടങ്ങിയ കാലത്ത് 10-18 വർഷം മുമ്പാണ് ഞാൻ അയാൾക്കെതിരെ വാർത്ത കൊടുത്തു. അന്ന് മുതലാളി എനിക്കെതിരെ നടക്കുകയാണ്. നിരന്തരം എനിക്കെതിരെ കേസുകൾ നടക്കുകയാണ്. 10-15 കൊല്ലം കഴിഞ്ഞ് അയാൾ കീഴടങ്ങി. കാരണം അയാൾക്ക് മനസ്സിലായി നടക്കത്തില്ലെന്ന്.
സത്യത്തിൽ ആദ്യമായി പോലീസുമായിട്ട് എനിക്ക് ബന്ധമുണ്ടാകുന്ന അയാൾ വഴിയാണ്. കാരണം ആദ്യം അയാൾ 2007 കൊണ്ട് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തപ്പോൾ എന്നെ പോലീസ് വിളിപ്പിച്ചു. 2007 ആ പരിചയപ്പെടുത്ത പോലീസുകാരായിട്ട് നമുക്ക് നല്ല അടുപ്പമായി. എൻ്റെ ആദ്യത്തെ പരിചയക്കാരൻ ഒരു CI ആണ്. ഈ അൻവർ ഈ പണി ഒപ്പിച്ചത് വഴി എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് ബന്ധം കൂടി. നമ്മൾ പോയി കാണാനല്ലേ അവരില്ല. നമ്മൾ ആ പേഴ്സൺ എന്ന് വെച്ചാൽ അവരുടെ എല്ലാം പേഴ്സൺ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെപ്പോൾ ആവശ്യത്തിന് വിളിച്ചാലും ഒരു വിവരം എന്തൊരു സൗകര്യം. അതായത് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അൻവർ ചെയ്തു തന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് മുകളിലുള്ളതാണ് ഭയങ്കര ബന്ധം. നമ്മളെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അവർക്കൊരു വാർത്ത വരുവാൻ ആഗ്രഹിക്കും. പോലീസുകാർക്കാണല്ലോ സത്യം അറിയാവുന്നത്, അവരെന്നെ ആശ്രയിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അൻവർ ഉണ്ടാക്കി. അപ്പോൾ അൻവറിൻ്റെ ഒരു അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അൻവർ കാട്ടിക്കൂട്ടുന്ന പണിയൊക്കെ. പക്ഷേ എൻ്റെ ചോദ്യം, എവിടം വരെ അൻവറിൻ്റെ മുമ്പിലുള്ള വഴിയെന്ത്? ഒരു കാര്യം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി അൻവറിന് മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വീകാര്യത വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു പ്രധാന കാര്യമാണല്ലോ അത്. പക്ഷേ ഈ നാട്ടിൽ ഒരുപാട് സ്വീകാര്യത ഉണ്ടായിട്ട് കാര്യമില്ല. കൃത്യമായി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാവണം. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈവൻ 2020 അവിടെ മുഴുവൻ അരിച്ച് പറക്കെടുത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? PC ജോർജിൻ്റെ അവസ്ഥ കണ്ടോ? ഒറ്റയ്ക്ക് അവസാനം BJP ചേട്ടൻ്റെ അവസ്ഥ വന്നില്ലേ? അപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അൻവറിന് വലിയ സ്വീകാര്യതയുണ്ട്. പക്ഷേ ഏത് മുന്നണി സ്വീകരിക്കും? ഇപ്പോൾ LDFന് അൻവറിന് ഇനി ഭാവിയില്ല. അവരിനെ ഒരിക്കലും സമ്മതിക്കില്ല. UDF അടുപ്പിക്കില്ല. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു വലിയ ഭീഷണിയാണ്. അച്ചടക്കത്തിനകത്ത് നിൽക്കാത്ത ഈ പറയുന്ന അൻവറിനെ പോലൊരാളെ ഒരിക്കലും ലീഗ് സമ്മതിക്കത്തില്ല. കാരണം ലീഗിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇയാൾ കോൺഗ്രസ്സിലുള്ള സമയത്തും ഈ ലീഗിനെ അംഗീകരിക്കാതിരുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളും കൂടെ ആയിരുന്നു. അല്ലെങ്കിലും ഇയാളിപ്പോൾ അവിടെ അയാളുടേതായ രീതിയിൽ ഒരു ലീഗ് അല്ലേ തന്നെ നേരിടുന്ന പ്രതിസന്ധി. INL നിന്ന് പലരെയും സ്വീകരിച്ചിട്ട് പണി കിട്ടിയിട്ടിരിക്കുക. PM സലാമ, മറ്റേ ഷാഫി ചാലിയം, ഇവരൊക്കെ യഥാർത്ഥത്തിൽ ലീഗിന് പാരയാണ്. കാരണം ഇവർക്കൊക്കെ റാഡിക്കൽ ഇസ്ലാമിക ചിന്താഗതി ഉള്ളവരാണ്. ഇവർ ഈ ലീഗിന് അങ്ങനല്ല. ലീഗിന് മോഡറേറ്റ് ലിബറൽ ചിന്താഗതിയുള്ള പാർട്ടിയാണ് ലീഗ്. അപ്പം ഈ പറയുന്ന അൻവറെ പോലൊരു മതവർഗീയവാദിയെ ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല എല്ലാത്തരം ഉടായ്പകളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അൻവറിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നവർ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അൻവറിനെ പിന്തുണയ്ക്കുന്നവർ മുഴുവൻ ഒന്നുകിൽ ഈ റാഡിക്കൽ ചിന്താഗതിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള മറ്റല്ലാതെ കാണുന്നതൊക്കെ ഫേക്കാണ്. ഈ ചൊങ്കടി കാണിക്കുന്ന ഫേക്കാണ്. യഥാർത്ഥത്തിലുള്ള മതനിരപേക്ഷ മനുഷ്യരോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും അൻവറിന് സ്വീകാര്യതയില്ല. അപ്പോൾ അൻവർ അങ്ങനെ ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ നേതാവായി മാറുവാണ്. PC ജോർജ് അങ്ങനെയായിരുന്നു അവിടെ ആദ്യം മുമ്പോട്ട് വന്നത്. SDPIയുടെ പിന്തുണയോടെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണയോടെ വന്നു. ആർക്കും തൊടാൻ വയ്യാതെ ഒറ്റയ്ക്ക് ജയിച്ചു. പക്ഷെ അവരുടെ പിന്തുണ പോയതോടെ തീർന്നു PC ജോർജ്. അപ്പോൾ മലബാറിൽ പക്ഷേ പുള്ളിക്ക് PC ജോർജിനെ പോലൊരു മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മലബാറിൽ പുള്ളിക്ക് നല്ല പിന്തുണയുണ്ടാവും. പക്ഷേ ഭാവി എന്താവുന്ന കാര്യം പുള്ളി പേടിച്ചു പോയി. കാരണം ഈ സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘവും ഇദ്ദേഹവും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് മുറുക്കും. അപ്പം പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പിണറായിയുടെ കലിപ്പ്, രണ്ട് അജിത് കുമാറിൻ്റെ കലിപ്പ്. അപ്പോൾ അജിത് കുമാറിൻ്റെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാകുമല്ലോ. 1 മാസം വന്നിരിക്കുന്നു. ഈ 1 മാസത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അജിത് കുമാർ രംഗത്തിറങ്ങും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശരിക്കും പെടുത്തി. ആദ്യം ഒരു സ്വർണ്ണക്കടത്ത കേസ് പണ്ട് വന്നിരുന്നു, അതിപ്പോൾ ഏതാണ്ട് അത് കേൾക്കുന്നില്ല. അതിൻ്റെ തൊട്ട് പിറകെ എന്താണ് ഇപ്പം ഇയാൾ വീണ്ടും ഇത് കുത്തിപ്പോക്കി അടുത്ത രണ്ടാമത്തെ സ്വർണ്ണക്കടത്ത കേസ് അത് മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ അത് CPM-നകത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അല്ല, അപ്പോൾ ഇതിന് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ സ്വർണ്ണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷണം നടന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു സുജിത് ദാസ് നമ്മളെല്ലാം അയാൾ കാണിച്ച വലിയ മണ്ടത്തരമാണ്. അയാൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും അയാളൊരു എന്താ പറയുക നല്ല ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഈ സുജിത് ദാസ് മലപ്പുറത്ത് SP ആയതിനു ശേഷമാണ് ഈ സ്വർണ്ണം പൊട്ടിക്കൽ സംഘത്തെ മുഴുവൻ പൊക്കിയത്. അപ്പം അൻവർ എന്താ ചോദിക്കുന്നത്, ഈ കസ്റ്റംസിന് സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ പോലീസിന് എന്താ റോളെന്ന്. അൻവർ ഈ സ്വർണ്ണക്കടത്ത് മാഫിയ മുമ്പോട്ട് പോയിരുന്നത് കസ്റ്റംസുമായ ധാരണയില്ല. കസ്റ്റംസുകാർ ഇറക്കി വിടും. എത്ര ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചിട്ടുണ്ട്? കസ്റ്റംസ് ഇറക്കി വിടും. അങ്ങനെ കസ്റ്റംസ് ഇറക്കി വിടുന്നവർ പിന്നെ ഇവിടെ വെളി വന്നാൽ പോലീസ് പിടിക്കും. ഈ പോലീസ് പിടിക്കാൻ തുടങ്ങിയ സുജിത് ദാസിൻ്റെ കാലത്താണ്. അപ്പോൾ സുജിത് ദാസ് പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ള കള്ളത്തരമാണ് പറയുന്നത്. തെളിവൊന്നുമില്ല. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് പിടിച്ചിട്ടുണ്ടെന്ന് സത്യ, കൊണ്ടുപോകുന്ന തെളിവില്ല. സുജിത് ദാസിനെ മാറ്റാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അജിത് കുമാർ സമ്മതിച്ചില്ല. ഒടുവിൽ മാറിയപ്പം ശശിധരനെ കൊണ്ടുവച്ചു. ശശിധരൻ സുജിത് ദാസിനെ പോലെ തന്നെ നിലപാട്. അതോടുകൂടിയാണ് സ്വർണ്ണ മാഫിയയ്ക്ക് വേണ്ടിയാണ് അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തും പിണറായി അത് അന്വേഷിക്കുകയും ചെയ്താൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും. ഒരു വശത്ത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ, പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇവരുടെ ഈ അജിത് കുമാറിൻ്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അജിത് കുമാർ ചെയ്യാൻ പോകുന്നത്
അജിത് കുമാറിനെതിരെ അന്വേഷണം, ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ, അതായത് അൻവറിനെതിരെ അന്വേഷണം നടക്കും, നിയമ നടപടി എടുക്കാൻ അനുവാദം മേടിക്കും. സർക്കാർ അനുവാദം മേടിച്ചാൽ CBI അന്വേഷണത്തിന് കോടതി പോകും. ED ആണെന്ന് പറയാം. CBI അന്വേഷിക്കും. കാരണം ഈ CBI അന്വേഷണം വരുന്നതോടുകൂടി അഡപടലം പൂട്ടും. ഇത് ഈ ഇടപാടുകളെ EDയുടെ അന്വേഷണം, അതായത് അൻവറിൻ്റെ വരാൻ പോകുന്ന കാലം എന്ന് പറഞ്ഞാൽ കഷ്ടകാലമായിരിക്കും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ്, കേന്ദ്ര ഏജൻസികൾ, CBI ഒക്കെ കയറി. കാരണം പിണറായിയും കേരള പോലീസിനെ കൊണ്ട് പ്രത്യേകം ചെയ്യത്തില്ല. പോലീസ് എന്ത് ചെയ്യും? വിവരങ്ങളെ ശേഖരിച്ച് കൈമാറും. ഇവർ പോയി കേസെടുക്കുമ്പോഴുള്ള പ്രശ്നം അൻവറിൻ്റെ പക വീട്ടി എന്നുള്ളത്. ഈ ഫുൾ വിവരങ്ങളും അജിത് കുമാർ ഇപ്പോൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് വിവരങ്ങളും. നമ്മൾ ഈ പറയുന്ന കേന്ദ്രമേള അന്തർധാര മുഖ്യമന്ത്രിക്കേ ഉള്ളൂ, അൻവറിനില്ല, മുഖ്യമന്ത്രിക്കേ ഉള്ളൂ. അല്ല, അപ്പോൾ ഈ ഇങ്ങേരുടെ ഈ രേഖകളുണ്ടല്ലോ, ഈ മനാഫ് കൊലപാതകം മുതൽ ഈ പറയുന്ന ആഫ്രിക്കയിൽ പോയി അദ്ദേഹം സ്വർണ്ണഖനനം നടത്തിയ ഗൗരവമേറിയ വിഷയമാണ്. ഈ ആഫ്രിക്കയിലെ സ്വർണ്ണഖനനത്തിൻ്റെ ഡോക്യുമെൻറ്റ്സുമായി നിയമവിരുദ്ധമായ പ്രവർത്തി ഇയാൾ തന്നെ, ഇതെല്ലാം കൂടി CBIയും EDയും കയറി പിടിക്കുന്നതോടുകൂടി അൻവറിന് പിടിച്ചു നിൽക്കാനേ കഴിയത്തില്ല. നോക്കിക്കോളൂ, അൻവറിൻ്റെ ജീവിതം, അയാൾ പോയി മുഖ്യമന്ത്രിയുടെ കാലേ വീണ് പരസ്യമായി മാപ്പ് പറഞ്ഞ് അജിത് കുമാറിനോട് സോറി ചോദിച്ച് പോയില്ലെങ്കിൽ അൻവറിന് ഈ പറയുന്ന ഹീറോ പരിവേഷമൊക്കെ പോകും. ഇവരെല്ലാം ഇപ്പോൾ കാരാട് റസാഖൊക്കെ ചാടിയുണ്ട്, തള്ളി പറഞ്ഞല്ലോ, തള്ളി പറഞ്ഞു. ഇവരെല്ലാം പേടിച്ചു പോയി. കാരണം പിണറായി രംഗത്തിറങ്ങിയാൽ, പോലീസ് കൈവിട്ടാൽ ഇവരുടെ എല്ലാം കള്ളക്കച്ചവടങ്ങൾ അവസാനിക്കും. ഈ കള്ളക്കച്ചവടങ്ങൾ അവസാനിച്ചാൽ അന്ത്യമാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവരെല്ലാം കൈവിട്ടു. ഒരാളും കാണത്തില്ല, കുറേ മുഖമില്ലാത്ത സൈബർ ഗുണ്ടകൾ മാത്രം കാണും ഈ അൻവറിനെ സംരക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അൻവർ മറുനാടനോടുള്ള വിരോധം തലയിൽ കയറിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സ്വയം കുഴി കുഴിച്ചുള്ള പോക്കാണ്. അൻവറിൻ്റെ ഭാവി ഇരുണ്ടിരിക്കുന്നു. അഴി എണ്ണിയാൽ പോലും അത്ഭുതപ്പെടേണ്ട. നിലവിലെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അത്ര ഭയങ്കര വെച്ചാൽ, ഞാൻ പറഞ്ഞ കേരളത്തിലെ ഒരു ദുർമാതൃകയായിരുന്നു അൻവർ, വലിയ ദുർമാതൃകയായിരുന്നു. ഇപ്പോൾ അയാൾ കയ്യടി നേടാൻ വേണ്ടി ചില സത്യങ്ങൾ പറയുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഈ സത്യങ്ങളുടെ പുറത്ത് പക്ഷേ അയാളെ രക്ഷിക്കാൻ കഴിയില്ല. ആര് പറയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ആരോപണം ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അയാൾ പിടിച്ചു നിന്നേനെ. കാരണം അജിത് കുമാറിൻ്റെ പിടിവള്ളി ആയത് എന്നെക്കുറിച്ചുള്ളതാണ്. മറ്റു പലരും ചിലപ്പോൾ സത്യമായിരിക്കും. അജിത് കുമാർ, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അജിത് കുമാർ മുഖ്യമന്ത്രി കൊടുത്തൊരു അതിൻ്റെ അത് മറുനാടനെ എങ്ങനെ അന്വേഷിച്ചു, വേട്ടയാടുന്ന. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ സുജിത് ദാസ് പറ്റിച്ചതാണ്. ഈ സുജിത് ദാസ് ഇയാൾ ചൂടായി മൂപ്പത്തോട്ടെ ഓർത്തോണ്ട് പറഞ്ഞു കൊടുത്ത് അയാളങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ തീർച്ചയായും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായാലും അൻവറുടെ ഭാവി ഒട്ടും ശോഭകരമല്ല. അൻവർ തൽക്കാലം വെടിനിർത്തിയെങ്കിലും അൻവറിന് ഇനി വലിയ തിരിച്ചടികളുണ്ടാവും. മലബാറിൽ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്, രാഷ്ട്രീയക്കാരൻ നിലയിൽ നേട്ടങ്ങളുണ്ട്. പക്ഷേ രാഷ്ട്രീയ ഭാവിയില്ല. അകത്തായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. സ്വന്തം കടന്നാൽ കൂട്ടിൽ അദ്ദേഹത്തിന് തീ വെച്ച ലക്ഷണമാണ്. തീ കത്തിച്ച് അത് കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ അടപടലം പൂട്ടുമെന്ന് തീർച്ചയാണ്. നമസ്കാരം.